ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമുക്കിപ്പം നല്ല ചൂടുള്ള കാലാവസ്ഥയാണല്ലേ. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നവരാണെങ്കിൽ എന്താണെങ്കിലും നമ്മുടെ ഫേസിൽ ടാനൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടാനൊക്കെ റിമൂവ് ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ പറ്റുന്ന അടിപൊളി ഒരു ഫേഷ്യലിൻ്റെ വീഡിയോ ആണ് കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേഷ്യലാണ്. അപ്പോൾ ഈ ഒരു ഫേഷ്യൽ നമ്മൾ ആഴ്ചയിൽ ഒരു തവണ ചെയ്ത് കൊടുത്താൽ മതി. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും സ്കിൻ ഹെൽത്തി ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മളൊരു ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് ചെയ്യുന്ന ഫേഷ്യലിൻ്റെ അതേ ഒരു റിസൾട്ട് നമുക്ക് ഈ ഒരു ഫേഷ്യലിൽ നിന്നും കിട്ടുന്നതായിരിക്കും. നിങ്ങൾ എന്താണെങ്കിലും ഒരു തവണ ഈ ഒരു ഫേഷ്യൽ ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി റിസൾട്ടാണ്. ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പോൾ ഈ ഒരു ഫേഷ്യൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന കോഫി പൗഡർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. ഈ കോഫി പൗഡർ നമ്മുടെ സ്കിൻ ഇൻസ്റ്റൻ്റ് ഒരു ബ്രൈറ്റ്നസ് കൊടുക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ക്ലെൻസിങ് ആണ്. ക്ലെൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്ന തൈരാണ്. അപ്പം ഞാനിവിടെ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ക്ലെൻസിങ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം നമ്മൾ തൈര് ഫുള്ളായിട്ട് ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുക. തൈര് നമ്മുടെ സ്കിന്നിലെ അഴുക്കൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ക്ലീൻ ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും സ്കിന്നിലെ ടാനൊക്കെ റിമൂവ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ഫേഷ്യൽ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ്. വീട്ടിൽ തന്നെ കിട്ടുന്ന സിമ്പിളായിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫേഷ്യലാണ്. അപ്പം ഞാൻ ഫേസ് നന്നായിട്ട് അപ്ലൈ ചെയ്തൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് വാഷ് ചെയ്തിട്ട് വരാം. ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫേസ് ഒന്ന് തുടച്ചെടുക്കട്ടെ. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന സെക്കൻഡ് സ്റ്റെപ്പാണ് സ്ക്രബ് ചെയ്യാനായിട്ട് പോവുകയാണ്. സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോഫി പൗഡറാണ്. ഒരു സ്പൂൺ കോഫി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ദേ നല്ല തിക്ക് പേസ്റ്റായിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ സ്ക്രബ് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ആക്കാനായിട്ടും അതേപോലെ തന്നെ സോഫ്റ്റ് ആക്കാനായിട്ടും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട്, നല്ലൊരു ചേഞ്ച് നമുക്ക് ഫേസിൽ കൊണ്ടുവരാനായിട്ട് പറ്റും കേട്ടോ. ചിലർക്ക് ലിപ്സിന് സൈഡിലൊക്കെ നന്നായിട്ട് പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും. ആ ഒരു പിഗ്മെൻറ്റേഷനുള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. സ്ക്രബ് ചെയ്യുമ്പം ഒരുപാട് ഹാർഡാക്കി പിടിച്ച് സ്ക്രബ് ചെയ്യരുത്. വളരെ ജെൻറ്റിലായിട്ട് വേണം നമ്മൾ സ്ക്രബ് ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഞാൻ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിത് വാഷ് ചെയ്തിട്ട് വരാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഇനി ഞാനിത് തുടച്ചെടുക്കട്ടെ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു മസാജിങ് ക്രീം തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. മസാജിങ് ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് തേനാണ്. ഒരു സ്പൂൺ തേനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി ഒരു നുള്ളിട്ടാൽ മതി കേട്ടോ. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്തെടുക്കുക. നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പം ഞാൻ ഇതേപോലെ മസാജ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിലെ ചുളിവുകളൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നിങ്ങളൊരു 35 വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണ ഓയിൽ മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ഫേസിലെ ചുളിവുകൾ മാറ്റിയിട്ട് സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാനിത് നന്നായിട്ട് മസാജ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊരു 2 മിനിറ്റ് 3 മിനിറ്റ് വെച്ചതിന് ശേഷം വേണം നമ്മൾ വാഷ് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ വാഷ് ചെയ്തിട്ട് കാണിക്കാം. ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ഞാനൊന്ന് തുടച്ചെടുക്കട്ടെ. അടുത്തായിട്ട് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്ന ഒരു പാക്കാണ്. അപ്പോൾ പാക്കിന് വേണ്ടിയിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കോഫി പൗഡർ ഒരു സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേ ഞാൻ ഒരു സ്പൂൺ കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂൺ അരിപ്പൊടിയാണ്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് തൈരാണ്. അപ്പോൾ ഞാൻ ഒരു സ്പൂൺ തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല തിക്ക് പേസ്റ്റായിട്ടാണ്
ദേ കിട്ടിയിട്ടുള്ളത്. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ ഒരു പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. വളരെ സിമ്പിളായിട്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് തയ്യാറാക്കുന്നത്. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിന്നൊന്ന് ടൈറ്റൻ ചെയ്യാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു പാക്കാണ്. പിന്നെ ഈ ഒരു പാക്ക് ഫേഷ്യലിൻ്റെ കൂടെ അല്ലാതെയും നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. സ്കിൻ ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു 20 മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ്. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫേഷ്യലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു തവണ ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ സ്കിന്നിലെ ടാൻ റിമൂവ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇൻസ്റ്റൻറ്റ് ഒരു ബ്രൈറ്റ്നസ് തരാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം ഞാൻ ഫേസ് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കട്ടെ. ഇനി ഞാൻ ഒരു മോയ്സ്ചറൈസിങ് ക്രീമും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഏത് മോയ്സ്ചറൈസിങ് ക്രീമാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് റൈസ് സെറാമൈഡിൻ്റെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഇത് നമുക്ക് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് വളരെ സ്യൂട്ടായിട്ടുള്ള ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ. ഇതേപോലെ കുറച്ചെടുത്ത് ഡോട്ട് ഇട്ടിട്ട് നമ്മൾ ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരുപാട് എമൗണ്ട് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഡ്രൈ സ്കിന്നുകാർക്ക് വളരെ സ്യൂട്ടായിട്ടുള്ളൊരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. എൻ്റെതൊരു നല്ല ഡ്രൈ സ്കിന്നാണ്. എൻ്റെ ഡ്രൈനെസ്സൊക്കെ മാറ്റാനായിട്ട് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു ക്രീമാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ക്രീമൊക്കെ അപ്ലൈ ചെയ്തു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയ്ക്ക് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഫേഷ്യലാണ്. സാധാരണക്കാരായ വീട്ടമ്മമാർക്കൊക്കെ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ഫേഷ്യലാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.